ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞങ്ങൾ മൈസൂർക്ക് പോയതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് മൈസൂർ പാലസ് കാണാമെന്നാണ് കേട്ടോ കരുതണത്. ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ പോണത്. പുറത്തുനിന്നൊന്നും കഴിക്കണില്ല, ഒക്കെ വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടാണ് പോണത്. അപ്പോൾ ഇതാ ഞങ്ങൾ മൈസൂർ പാലസിലൊക്കെ എത്തിയിട്ടുണ്ട്, നമ്മുടെ മൈസൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ. പിന്നെ അതാ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. അജൂസ് ചെയ്തതാ വേഗം പോയി അവിടെ ഒരു വണ്ടി ഉണ്ടായിന് അതിലിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറി. അടിപൊളി വ്യൂസാണ്, അടിപൊളി പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ചെന്നത് നല്ല വെയിലത്തായിരുന്നു. 11 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്. നല്ല വെയിലായിരുന്നു. വെയിലത്ത് പിന്നെ വല്ലാതെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് കയറാമെന്ന് കരുതി. പിന്നെ അതാ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഐശുട്ടിക്ക് അപ്പോൾ നടക്കണം. ഐശുട്ടി ഉമ്മാൻ്റെ ഉപ്പാനെ കൈയും പിടിച്ച് നടക്കുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ ഉള്ളിൽ, നല്ല തിക്കും തിരക്കായിരുന്നു. മലയാളികളൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ കുറേ കാഴ്ചകൾ കണ്ടു. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ തൂണുകൾ, ലൈറ്റ് കാര്യങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതാ ഒരു മിന്നലുണ്ട്. ഫാൻ ഇട്ടിട്ടാ എന്താ അറിയില്ല. പിന്നെ അതാ ഒരുപാട് രാജാക്കന്മാരെ ഫോട്ടോകളുണ്ടായിരുന്നു. നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചൊക്കെയാണ്, കുറേ രാജാക്കന്മാരെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ ഫോട്ടോകളാണ് കേട്ടോ അതൊക്കെ. ഈ ഫോട്ടോകളില്ലോടത്താണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നത്. പിന്നെ ഇതാ രാജാക്കന്മാരെ ആഭരണപ്പെട്ടി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇതാ കുറേ രാജാക്കന്മാർ ഇരുന്നിരുന്ന കസാരകൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ മക്കളൊക്കെ നിർത്തിയിട്ട് കുറേ ഇതിൻ്റെ വാതിലിൻ്റെ അടുത്തൊക്കെ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ രാജാക്കന്മാർ യുദ്ധത്തിന് വെടിവെച്ചിന് പീരങ്കിയോ അങ്ങനെ എന്തോ ആ സംഭവം തോന്നുന്നുണ്ട്. അതൊക്കെ കുറേ കണ്ടു. പിന്നെ ഇതാ അവിടെ നല്ലൊരു പ്രതിമ ഉണ്ട് രാജാവിൻ്റെ. നല്ല രസമുണ്ട് ഇട്ടത് കാണാൻ. കണ്ട ഒരു മനുഷ്യ ഇരിക്കണ പോലെ തന്നെ ഉണ്ട്. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ, തൂണുകൾ, വലിയ വലിയ തൂണുകൾ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടുന്ന് പുറത്തേക്ക് നോക്കണ കാഴ്ചയാണ് ഇട്ടത്. പുറത്തേക്കൊക്കെ നോക്കിയാലൊക്കെ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. ഐശുട്ടി ഫുള്ള് നടത്തായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൈമ പിടിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. പിന്നെ ഇതാ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഐസ്ക്രീം മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കാൻ മേടിച്ചിട്ടുള്ളത്. ഒക്കെ വീട്ടിലുണ്ടാക്കിയിരിക്കുകയായിരുന്നു ഫുഡൊക്കെ. പിന്നെ ഇതാ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. 100 രൂപയാണ് ഒരു ഫോട്ടോത്തിൻ്റെ വില. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോ, ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണമൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. പിന്നെ അതാ ഇത് ഞങ്ങളൊരു വണ്ടി കയറി പോവുകയാണ്. ഇതിൻ്റെ ഫുള്ള് വ്യൂസ് കാണണമെങ്കിൽ ഒരു വണ്ടി ഉണ്ട്. ഇതിന് ചാർജ് ഒരാൾക്ക് 50 രൂപയാണ്. അജുവിന് സിധുവിന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് കയറി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ കുറേ കുതിരവണ്ടി ഉണ്ട്. അതിൽ കയറാൻ വില ചോദിച്ചു നല്ല റേറ്റാണ്. അപ്പോൾ കയറിയതൊന്നുമില്ല. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. വലിയ വണ്ടിക്ക് 1500, ചെറിയ വണ്ടിക്ക് 700 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. പിന്നെ മക്കളെ കയറ്റണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒറ്റയ്ക്ക് കയറ്റി വിടാനും പേടി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരോടും എന്നും പറയും പോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.